Good evening, Sanusha, Ananya, Gauri, Shivakumar, Nandana, Anila, Vijusha, Arjun Krishna, Nikhil Rajan, Anugraha, Smritilaya, Arju, Abhinav. Very good evening, children. Very good evening. A hearty welcome to all in another chemistry session. Swati Krishna, good evening. Abhinav, good evening. Yes. Nandagopal, Swaliha. നമുക്ക് തുടങ്ങാടാ. റെഡിയാണോ? എല്ലാം പെർഫെക്റ്റ് ആണല്ലോ അല്ലേ? ഓഡിയോ വീഡിയോ എല്ലാം പെർഫെക്റ്റ് അല്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. വിസ്മയ, ഗുഡ് ഈവനിങ്. യെസ്, റെഡി. യെസ്, നമ്മൾ തെർമോഡൈനമിക്സ് എന്ന ചാപ്റ്ററാണ് കഴിഞ്ഞ ദിവസം കംപ്ലീറ്റ് ചെയ്തത്. അതിൽ 1-2 ഇക്വേഷൻസ് മാത്രമേ പറയാനുള്ളൂ. അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ആ ചാപ്റ്റർ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. റൈറ്റ്? യെസ്, പെർഫെക്റ്റ് ആണ്. യെസ്. അഞ്ജലി, ഗുഡ് ഈവനിങ്. സ്വാതി കൃഷ്ണ, ഗുഡ് ഈവനിങ്. വർഷ, ഹായ്. I hope everyone is happy and everyone is doing good. Let's start. അപ്പോൾ തെർമോഡൈനമിക്സിൽ ലാസ്റ്റ് 1-2 ഫോർമുലകൾ കൂടെ പറയാനുണ്ട്. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ഡിസ്കഷൻ സ്പോണ്ടേനിറ്റി വേഴ്സസ് ഫ്രീ എനർജി, അതായിരുന്നു ഡിസ്കഷൻ. ജിപ്സ് എനർജിയും സ്പോണ്ടേനിറ്റിയും തമ്മിലുള്ള തെർമോഡൈനമിക്സിലെ ബന്ധം ആണ് നമ്മൾ ചർച്ച ചെയ്തത്. 4 തരത്തിലുള്ള തെർമോഡൈനമിക് പ്രോസസ്സുകൾ, അതായത് exothermic reaction where entropy increases, exothermic reaction where entropy decreases, endothermic reaction where entropy increases, endothermic reaction where entropy decreases. ഇങ്ങനെ 4 അവസ്ഥകൾ ചർച്ച ചെയ്തു. അതിൽ മോസ്റ്റ് ഫേവറബിൾ കണ്ടീഷൻ ഫോർ സ്പോണ്ടേനിറ്റി ഏതാണ് എന്ന് പറഞ്ഞു. മോസ്റ്റ് അൺഫേവറബിൾ കണ്ടീഷൻ ഫോർ സ്പോണ്ടേനിറ്റി ഏതാണ് എന്ന് പറഞ്ഞു. മറ്റ് 2 അവസ്ഥകളിൽ എങ്ങനെയാണ് ടെമ്പറേച്ചറിലെ മാറ്റത്തിന് അനുസരിച്ച് റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവുന്നത് ആവാതിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. യെസ്, ഇനി അതിൽ പറഞ്ഞു തരാൻ ഒരു ഫോർമുല കൂടെ ഉള്ളൂ. അതും കൂടെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചാപ്റ്റർ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. ഇതാണ് ആ ഫോർമുല. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ ജി നോട്ട് പ്ലസ് ആർ ടി ലോഗ് ക്യു സി. ഇതാണ് ഫോർമുല. ഡെൽറ്റ ജി ഈക്വൽ ടു, പ്രദീപ് ഗുഡ് ഈവനിങ്. അഭിഷേക് ഹായ്. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ ജി നോട്ട് പ്ലസ് ആർ ടി എൽ എൻ ക്യു സി. ഡെൽറ്റ ജി എന്ന് വെച്ചാൽ ജിപ്സ് ഫംഗ്ഷൻ, ഡെൽറ്റ ജി നോട്ട് എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ജിപ്സ് എനർജി. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, എൻതാൽപ്പി ആൻഡ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി. അപ്പോൾ ഡെൽറ്റ ജി എന്ന് വെച്ചാൽ വർക്കിംഗ് കണ്ടീഷൻ, ഡെൽറ്റ ജി നോട്ട് എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസിലുള്ള ഡെൽറ്റ ജി. സോ ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ ജി നോട്ട് പ്ലസ് ആർ ടി ലോഗ് ക്യു സി എന്ന് പറയും. ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിചയം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. അതാണ് ആർ എന്ന് പറയുന്നത്. ടി എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഇൻ അബ്സല്യൂട്ട് സ്കെയിൽ, അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, കെൽവിൻ സ്കെയിലുള്ള ടെമ്പറേച്ചർ. വാട്ട് ഈസ് മെൻ ബൈ ക്യു സി? ക്യു സി എന്ന് വെച്ചാൽ റിയാക്ഷൻ കോഷ്യന്റ് എന്ന് പറയും. റിയാക്ഷൻ കോഷ്യന്റ്. എന്താണ് റിയാക്ഷൻ കോഷ്യന്റ് എന്ന് വെച്ചാൽ? അതിനെക്കുറിച്ച് നമ്മൾ ഇനി വരാൻ പോകുന്ന ചാപ്റ്ററിൽ ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ജസ്റ്റ് എഴുതി വയ്ക്കുക, റിയാക്ഷൻ കോഷ്യന്റ്, ക്യു സി എന്ന് പറയും. റിയാക്ഷൻ കോഷ്യന്റ് നമ്മുടെ തൊട്ടടുത്ത ചാപ്റ്ററിൽ തന്നെ, പ്രോബബ്ലി ഇന്ന് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യും. ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിൽ റിയാക്ഷൻ കോഷ്യന്റ് എന്ന് പറയും. ആദർശ് ഹായ്. എഴുതിയില്ലേ? നൗ ദ റിയാക്ഷൻ വെൻ അറ്റ് ഇക്വിലിബ്രിയം. Imagine the reaction is at equilibrium. You can note down, already പറഞ്ഞതാണ്.
delta G will be 0 at equilibrium and QC is equal to KC. എന്താണ് KC? KC എന്ന് വെച്ചാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയും. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, that is KC. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. എന്താണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്? ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ അടുത്ത ചാപ്റ്ററിൽ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയമാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. റൈറ്റ്, അതും നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. റൈറ്റ്, അറിഞ്ഞിരിക്കുക അറ്റ് ഇക്വിലിബ്രിയം ഡെൽറ്റ ജി ഈക്വൽ ടു 0 ആൻഡ് QC ഈസ് ഈക്വൽ ടു KC. Therefore എന്ത് നമുക്ക് എഴുതാം? ഇത് 0 ആയി. സോ 0 ഈക്വൽ ടു ഡെൽറ്റ ജി നോട്ട് പ്ലസ് RT ln KC എന്ന് കിട്ടും. QC എന്തായി? KC ആയി. QC എന്തായി? KC ആയി. ഓക്കെ, ആൻഡ് thereby you are able to write delta G not equal to minus RT ln KC എന്ന് വിളിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു റിലേഷൻഷിപ്പാണ്, ഒരുപാട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു റിലേഷൻഷിപ്പാണ്. It is having a comprehensive concept linked between the chapter thermodynamics and equilibrium. കിട്ടും. So I repeat, delta G equal to delta G naught plus RT ln QC. QC എന്ന് വെച്ചാൽ റിയാക്ഷൻ കോഷ്യന്റ് എന്നാണ്. What is reaction quotient? Probably we will discuss today itself in the chapter equilibrium. Now, at equilibrium, delta G equal to 0 and QC equal to KC. What is KC? KC എന്ന് വെച്ചാൽ equilibrium constant. അപ്പോൾ ഇവിടെ നമ്മൾ പുതിയ രണ്ട് ടേംസ് പരിചയപ്പെടുകയാണ്, KCയും QCയും. QCയെയും KCയെയും കുറിച്ച് അധികം വൈകാതെ ചർച്ച ചെയ്യും എന്നുള്ളത് കൊണ്ട് ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല, എഴുതി വയ്ക്കാം. Today itself, probably we are going to encounter those terms in detail and explain that. And എന്തായി? ഇത് 0 ആയി, ഇത് KC ആയി. So you get 0 equal to delta G naught plus RT ln KC എന്ന് കിട്ടും. That is delta G naught equal to minus RT ln KC എന്ന് എഴുതാം. And log KC is equal to minus delta G minus delta G naught by RT എന്ന് കിട്ടും. And therefore KC is equal to e power minus delta G naught by RT. Simple mathematics ആണ്, exponential format ആണ്. KC equal to e power minus delta G by RT, taking log on both sides, log KC equal to minus delta G by RT. അതിൻ്റെ മാത്തമാറ്റിക്സ് അറിയാത്തവർ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു, ഉണ്ടെങ്കിൽ അറിഞ്ഞിരിക്കുക. when x is equal to e power y, ln log x is equal to y എന്നാണ്. ഇത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. That is a simple mathematics based on the logarithms. When you have an exponential format, x is equal to e power y, then log x is equal to y എന്നാണ്. കിട്ടോ? അത് എല്ലാവരും നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. And you can have one more format on that. Delta G naught is equal to minus 2.303 RT log KC. ഇതെന്താണ് വ്യത്യാസം എന്ന് ഐ തിങ്ക് മെനി ഓഫ് യു മേ ബി അവെയർ ഓഫ്, അല്ലേ? അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. സപ്പോസ് യു ഹാവ് ln x that is equal to 2.303 log x. ഇതിനെ വിളിക്കുന്നത് കൺവേർഷൻ ഫാക്ടർ ആണ്. ലോഗ് രണ്ട് തരത്തിലാണ്, ലോഗ് ടു ബേസ് ഇയും ലോഗ് ടു ബേസ് 10ഉം. ലോഗ് ടു ബേസ് ഇയും ലോഗ് ടു ബേസ് 10ഉം. ഈ ലോഗ് ടു ബേസ് ഇനെയാണ് ln എന്ന് പറയുക, മറ്റേത് LOG എന്ന് പറയും. കൺവേർഷൻ ഫാക്ടർ 2.303 എന്നാണ്. ഒന്ന് നാച്ചുറൽ ലോഗ് എന്ന് പറയും, മറ്റേത് കോമൺ ലോഗ് എന്ന് പറയും.
സോ ln x എന്ന് പറയുന്നത് നാച്ചുറൽ ലോഗ് ആണ്, നാച്ചുറൽ ലോഗരിതം. വൈൽ log x എന്ന് പറയുന്നത് കോമൺ ലോഗ് എന്ന് പറയും, കോമൺ ലോഗരിതം. ആൻഡ് ദ കൺവേർഷൻ ഫാക്ടർ ഈസ് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 2.303. ഇതിനെ നമ്മൾ ഇങ്ങനെയും എഴുതാറുണ്ട് കേട്ടോ, ലോഗ് ടു ദ ബേസ് ഇ എന്ന് എഴുതാറുണ്ട് ഇതിനെ അതുപോലെ ഇങ്ങനെ എഴുതാറുണ്ട്, ലോഗ് ടു ബേസ് 10 എന്ന് എഴുതാറുണ്ട്. ദാറ്റ് ഈസ് ഡിഫറെന്റ് ഫോം ഓഫ് റൈറ്റിംഗ്. ഇതെല്ലാം ബേസിക് മാത്തമാറ്റിക്സ് ആണ്, ഞാൻ അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഐ തിങ്ക് മെനി ഓഫ് യു ആർ അവെയർ ഓഫ് ഇറ്റ്. ഇനി അല്ലാത്തവര് ആ റിസൾട്ട് ഒന്ന്, ആ കണ്ടീഷൻസ് ഒന്ന് കുറിച്ച് വെച്ചോളൂ, അതിൽ കൂടുതലൊന്നും ചിന്തിക്കണ്ട കേട്ടോ. ഇനി ഈ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും നമുക്ക് പറഞ്ഞു തരാം. ഇവിടെ നോക്കൂ, x is equal to 10 power y, therefore log x is equal to y. ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെയാണ്. x is equal to e power y, log x is equal to y. ഇതാണ് കോമൺ ലോഗ്, നാച്ചുറൽ ലോഗ് എന്ന് പറയുന്നത്. x is equal to 10 power y, that is log x is equal to y. അതിനെ കോമൺ ലോഗ് എന്ന് പറയും. കോമൺ ലോഗും നാച്ചുറൽ ലോഗും തമ്മിലുള്ള വ്യത്യാസം, ഐ മീൻ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നോക്ക്, ഡെൽറ്റ ജി നോട്ട് ഈസ് ഈക്വൽ ടു മൈനസ് ആർ ടി എൽ എൻ കെ സി. എങ്ങനെ എഴുതാം? ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു മൈനസ് 2.303 ആർ ടി ലോഗ് കെ സി എന്ന് എഴുതാം. അവിടെയും നമുക്ക് ഒരു ഈ എഴുതിയതുപോലെ അവിടെയും നമുക്ക് എഴുതി ഉണ്ടാക്കാവുന്നതാണ്. ഈ എഴുതിയതുപോലെ നോക്കടാ, ലോഗ് കെ സി ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ജി നോട്ട് ഡിവൈഡഡ് ബൈ 2.303 ആർ ടി എന്ന് വരും. ഇതിനെ ഞാൻ റീഅറേഞ്ച് ചെയ്തതാണ് കേട്ടോ. ആൻഡ് therefore you can write kc equal to 10 power minus delta g naught by 2.303 RT എന്ന് കിട്ടും. ഇതെല്ലാം കോംപ്ലിമെന്ററി റിലേഷൻഷിപ്സ് ആണ്. ഇതിന്റെ കോംപ്ലിമെന്ററി ഫോർമുലയാണ് നിങ്ങൾ ഇവിടെ കണ്ടത്. അതുപോലെ ഇതിന്റെ കോംപ്ലിമെന്ററി ഫോർമുലയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. എല്ലാറ്റിലും ഒരു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ 2.303 വരും എന്ന് മാത്രം. അതുപോലെ ഇതിന്റെ ഒരു കോംപ്ലിമെന്ററി ഇക്വേഷൻ ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഒന്നുമില്ല, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസ് തന്നെ വരുന്നുള്ളൂ. അതുകൊണ്ട് വേറെ ടെൻഷൻസ് ഒന്നും വേണ്ട. With these formulae and conditions, we would like to wind up the chapter Thermodynamics. അവിടെ ആ ചാപ്റ്റർ അങ്ങ് തീരുകയാണ്. പരമാവധി ചോദ്യങ്ങളെല്ലാം ചെയ്തു നോക്കുക. കിട്ടാത്ത ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. കേട്ടോ. യെസ്. ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0th ലോയും അതുപോലെ 3rd ലോ ഓഫ് തെർമോഡൈനമിക്സ് അതൊന്ന് എഴുതി വെച്ചോളൂ. 0th ലോയും 3rd ലോ ഓഫ് തെർമോഡൈനമിക്സ് അത് ഞാൻ ഓർമ്മിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാട്ട് ഈസ് മെന്റ് ബൈ 0th ലോ? 0th ലോ ഓഫ് തെർമോഡൈനമിക്സ് വളരെ സിമ്പിൾ ആണ്. ഇമാജിൻ ദർ ആർ 3 systems, system A and system B and system C. Imagine there are 3 systems, system A, B, C, right? Please assume A and B are under thermodynamic equilibrium. എയും ബിയും തെർമോഡൈനമിക് ഇക്വിലിബ്രിയത്തിലാണ് എന്ന് വിചാരിക്കാം. എയും ബിയും തെർമോഡൈനമിക് ഇക്വിലിബ്രിയത്തിലാണ് എന്ന് വിചാരിക്കാം. 3 സിസ്റ്റംസ് ഉണ്ട്, എ ബി സി, റൈറ്റ്? എയും ബിയും തെർമോഡൈനമിക് ഇക്വിലിബ്രിയത്തിലാണ് എന്ന് വിചാരിക്കാം.
and assume B and C are separately under thermodynamic equilibrium. എയും ബിയും തെർമോഡൈനമിക് ഇക്വിലിബ്രിയത്തിലാണ്, ബിയും സിയും തെർമോഡൈനമിക് ഇക്വിലിബ്രിയത്തിലാണ് എങ്കിൽ ഓട്ടോമാറ്റിക്കലി എയും സിയും അണ്ടർ തെർമോഡൈനമിക് ഇക്വിലിബ്രിയം ആയിരിക്കും. Then A and C will be parallelly, A and C will be under thermodynamic equilibrium. നമ്മൾ മാത്തമാറ്റിക്സിന്റെ ഒക്കെ ഫണ്ടമെന്റൽ കോൺസെപ്റ്റിൽ പഠിക്കുന്ന റൂൾസ് ഉണ്ട്. A equal to B and B equal to C, then A equal to C എന്ന് പറയുന്നില്ലേ, അത്രേ ഉള്ളൂ. There are three systems A, B, C. When A and B are under thermodynamic equilibrium and B and C are under thermodynamic equilibrium separately, and then A and C are under thermodynamic equilibrium. That is zeroth law of thermodynamics. Clear ആണോ മക്കളെ? ക്ലിയർ ആണോ? ഇത് ടെക്സ്റ്റിലൊന്നും പറയുന്നില്ല, നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. യെസ്. അതുപോലെ ഒരെണ്ണം കൂടെ നോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് തേർഡ് ലോ ഓഫ് തെർമോഡൈനമിക്സ് പ്രപ്പോസ്ഡ് ബൈ നേൺസ്റ്റ്. തേർഡ് ലോ ഓഫ് തെർമോഡൈനമിക്സ് പ്രപ്പോസ്ഡ് ബൈ നേൺസ്റ്റ്. Third law of thermodynamics proposed by Nernst. അതിൽ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇതാണ്, കണ്ടീഷൻസും അതാണ്, എഴുതിക്കോളൂ. ദി അബ്സല്യൂട്ട് എൻട്രോപ്പി ഓഫ് all perfectly crystalline substances. The absolute entropy of all perfectly crystalline substances are zero at absolute zero. അബ്സല്യൂട്ട് സീറോ എന്ന് വെച്ചാൽ അറിയാലോ അല്ലേ, -273 ഡിഗ്രി സെൽഷ്യസ് ഓർ 0 കെൽവിൻ. അതിനെയാണ് അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് സീറോ എത്തിയാൽ എല്ലാ വസ്തുക്കളുടെയും പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള എല്ലാ വസ്തുക്കളുടെയും അബ്സല്യൂട്ട് എൻട്രോപ്പി സീറോ ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ there will not be any degree of disorder. എവിടെ? അബ്സല്യൂട്ട് സീറോയിൽ. അബ്സല്യൂട്ട് സീറോയിൽ all perfectly crystalline substances will have zero entropy. എൻട്രോപ്പി എന്താണെന്ന് നമ്മൾ ഇന്നലെ പഠിച്ചു. മെഷർ ഓഫ് റാൻഡംനെസ്സിനെയാണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. ഡിഗ്രി ഓഫ് ഡിസോർഡറിനെയാണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് സീറോ എത്തിയാൽ -273 ഡിഗ്രി സെൽഷ്യസ് എത്തിയാൽ, to be precisely -273.15 ഡിഗ്രി സെൽഷ്യസ് എത്തിയാൽ, അതായത് 0 കെൽവിൻ എന്ന ടെമ്പറേച്ചർ എത്തിയാൽ അവിടെ എല്ലാ വസ്തുക്കളുടെയും പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ സ്റ്റേറ്റിൽ അതിൻ്റെ എൻട്രോപ്പി, അബ്സല്യൂട്ട് എൻട്രോപ്പി 0 ആയിരിക്കും, ഡിഗ്രി ഓഫ് ഡിസോർഡർ 0 ആയിരിക്കും എന്ന് പറയുന്ന ഒരവസ്ഥ. അതാണ് തേർഡ് ലോ ഓഫ് തെർമോഡൈനമിക്സ് എന്ന് പറയുന്നത്. അതേസമയം there are lot of experimental evidences to prove that certain crystalline substances will never attain zero entropy. അതിൽ പലരും ഉണ്ട്. കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജന്റെ ചില ഓക്സൈഡ്സ്, വാട്ടർ മോളിക്യൂൾസ്, അങ്ങനെ there are certain observed molecules. We see that the absolute entropy doesn't become zero. അതിൽ CO ഉണ്ട്, CO2 ഉണ്ട്, നൈട്രജന്റെ ചില ഓക്സൈഡ്സ് ഉണ്ട്, H2O ഉണ്ട്. They are not performed to be absolute സീറോയിൽ, they are not performed to be perfectly crystalline. അവരുടെ എൻട്രോപ്പി സീറോയിലേക്ക് എത്തുന്നില്ല എന്നും ഒബ്സർവേഷൻ ഉണ്ട്. എന്തായാലും ഇതൊന്നും നമ്മുടെ സബ്ജക്ട് മാറ്റർ അല്ല, അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. That's it.
ജസ്റ്റ് ഒരു ഫാക്ട് അറിഞ്ഞിരുന്നാൽ മതി. ടെക്സ്റ്റിൽ ഇല്ല, ഒന്ന് അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് ലോ പറഞ്ഞു, സെക്കൻഡ് ലോ പറഞ്ഞു. ആരെങ്കിലും ചോദിക്കുവാണ് 0th ലോ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുക. 3rd ലോ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നെ ഞങ്ങൾ പഠിച്ചിട്ടല്ലോ എന്ന് പറയുക കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. നമുക്ക് സിലബസിൽ ഇല്ല, അത് ഒരു വിഷയമല്ല, സബ്ജക്ട് മാറ്ററും അല്ല. നമ്മുടെ എക്സാംസിനൊന്നും തന്നെ അറിഞ്ഞിരിക്കുക. ഓക്കെ മക്കളെ, ക്ലിയർ ആണോ? യെസ്, ഈ അബ്സല്യൂട്ട് മെഷർമെന്റ് പോസിബിൾ. ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുക, തെർമോഡൈനമിക് പ്രോപ്പർട്ടീസിൽ അബ്സല്യൂട്ട് മെഷർമെന്റ് പോസിബിൾ ആയിട്ടുള്ളത് എൻട്രോപ്പിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇന്റേണൽ എനർജി അബ്സല്യൂട്ട് മെഷർമെന്റ് സാധ്യമല്ല. എൻതാൽപി, ഫ്രീ എനർജി, ഇതൊന്നും തന്നെ അബ്സല്യൂട്ട് മെഷർമെന്റ് സാധ്യമല്ല. അബ്സല്യൂട്ട് മെഷർമെന്റ് സാധ്യമായിട്ടുള്ളത് എൻട്രോപ്പി മാത്രമാണ്. അതിൻ്റെയും കൂടെ ബേസിസിലാണ് 3rd law of thermodynamics വന്നിട്ടുള്ളത്. And with that, we conclude the chapter Thermodynamics. Right. ഒരു പുതിയ പേജ് എടുക്കുക. ഇപ്പം നമ്മൾ സം ബേസിക് കോൺസെപ്റ്റ്സ് എന്ന ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു, സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞു, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്ന 3rd ചാപ്റ്റർ കഴിഞ്ഞു, കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ 4th ചാപ്റ്റർ കഴിഞ്ഞു, 5th ചാപ്റ്റർ തെർമോഡൈനമിക്സ് കഴിഞ്ഞിരിക്കുന്നു. 5 ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞിരിക്കുന്നു. ഈ കഴിഞ്ഞ ചാപ്റ്റേഴ്സ് എല്ലാം പ്രോപ്പറായിട്ട് റിവിഷൻ നടത്തിയിട്ടുണ്ടോ എന്ന ഒരു ആലോചന എല്ലാവരും ചെയ്യുക. പ്ലീസ് തിങ്ക് അബൌട്ട് ടു വാട്ട് എക്സ്റ്റെന്റ് you have revised the previous chapters. If you want to be competent enough for the competitive exams, there should be a continuous revision of the previous completed chapters. Right? അതുപോലെ കോമ്പിറ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്തിരുന്ന് ചെയ്യണം. Right? Continuously doing previous question papers and a similar pattern of questions. That is a key way to success. അപ്പോൾ ആദ്യം ചാപ്റ്റർ നമുക്ക് എപ്പോഴും ലൈവായിട്ട് ഓർമ്മയിൽ ഉണ്ടാവണം. അങ്ങനെ വരുന്ന സമയത്ത് സംശയങ്ങളൊക്കെ ഉണ്ടാവും. ആ സംശയങ്ങളൊക്കെ കൊണ്ടുവരിക, നമുക്ക് ഡിസ്കസ് ചെയ്യാം, പറ്റുന്ന പോലെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഓൺ ടു ദ ന്യൂ ചാപ്റ്റർ ഈക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഒന്ന് ഭംഗിയായിട്ട് ഹെഡിങ് ഒക്കെ എഴുതിക്കോളൂ. Let's start with the next chapter, equilibrium. പുതിയൊരു പേജിൽ ഭംഗിയായിട്ട് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. യെസ്, അപ്പൊ നമ്മുടെ +1 +2 സിലബസിലെ ഏറ്റവും പ്രയോറിറ്റി ഉള്ള ചാപ്റ്റേഴ്സ് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം സെലക്ട് ചെയ്യപ്പെടുന്ന ചാപ്റ്ററുകളിൽ ഒന്നാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. കോമ്പറ്റിറ്റീവ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് +1 +2 സിലബസിലെ ചാപ്റ്റേഴ്സ് ഒന്ന് കാറ്റഗറൈസ് ചെയ്യാൻ പറഞ്ഞാൽ ഒരുപക്ഷെ ആദ്യത്തെ സ്ഥാനത്ത് വരാവുന്ന ഒരു ചാപ്റ്ററാണ് ഇക്വിലിബ്രിയം. മറ്റ് ചാപ്റ്ററുകളിൽ നിന്നൊക്കെ ഒരു ചോദ്യം 2 ചോദ്യമൊക്കെ വരുമ്പോൾ ഇക്വിലിബ്രിയത്തിന് ചിലപ്പോൾ 3 ചോദ്യങ്ങളൊക്കെ വരും. സാധാരണ ചാപ്റ്ററിൽ നിന്നൊക്കെ ഒരു ചോദ്യം വരാം. ഐ മീൻ ഫോർ ദ കോമ്പറ്റിറ്റീവ് എക്സാംസ് ഒരു ചോദ്യം വരുമ്പോൾ ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിൽ നിന്ന് 3 ചോദ്യം അങ്ങനെയൊക്കെ വരും. ഒരു ആവറേജ് കണക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ, കൂടാം കുറയും. അപ്പോൾ ഒരു ടോപ്പ് റേറ്റഡ് ചാപ്റ്ററാണ് ഇക്വിലിബ്രിയം എന്ന ചാപ്റ്റർ. അത്യാവശ്യം ലെങ്ത് ഉള്ള ചാപ്റ്ററാണ്, നന്നായിട്ട് പഠിക്കേണ്ട ചാപ്റ്ററാണ്, വളരെ സിമ്പിളാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. എല്ലാവരും നട്ടല് നിവർന്നിരിക്കുക, സ്റ്റഡി ആയിട്ടിരിക്കുക, സിറ്റ് ഇൻ ദ പ്രോപ്പർ പോസ്റ്റേഴ്സ്. റൈറ്റ്?
ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇരിക്കുകയാണ് എന്ന അതേ പോസ്ചറിൽ അതേ സീരിയസ്നെസ്സിൽ എല്ലാവരും ഇരിക്കുക. റൈറ്റ്, ലെറ്റ്സ് സ്റ്റാർട്ട്. ഇക്വിലിബ്രിയം എന്ന ചാപ്റ്റർ പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട 2 ടേംസ് മുൻപ് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഇർറിവേഴ്സിബിൾ റിയാക്ഷൻ. Irreversible reaction and reversible reaction. ഇത് തെർമോഡൈനമിക്സ് എന്ന ചാപ്റ്ററിൽ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. പക്ഷേ അത് തെർമോഡൈനമിക്കലി റിവേഴ്സിബിൾ ഇർറിവേഴ്സിബിൾ എന്ന ആശയമാണ്. തെർമോഡൈനമിക്കലി റിവേഴ്സിബിൾ ഇർറിവേഴ്സിബിൾ എന്ന് പറയുന്ന ആശയമാണ് അവിടെ ചർച്ച ചെയ്തത്. ഇത് വ്യത്യാസമുണ്ട്. കെമിക്കലി റിവേഴ്സിബിൾ ഇർറിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫിസിക്കൽ പ്രോസസ്സിൽ റിവേഴ്സിബിൾ ഇർറിവേഴ്സിബിൾ എന്നാൽ എന്താണ്? കെമിക്കൽ റിയാക്ഷൻസിൽ റിവേഴ്സിബിൾ ഇർറിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് നമ്മുടെ ഇവിടുത്തെ ചർച്ച. റൈറ്റ്? An irreversible reaction means a reactant R is completely converted to a product P. ഇതിനെയാണ് ഇർറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുക. ആർ എന്ന് വെച്ചാൽ റിയാക്ടന്റ്, പി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ്. ദ റിയാക്ടന്റ് ആർ ഈസ് കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ടു പ്രോഡക്റ്റ് പി ആൻഡ് ദർ ഈസ് നോ റിവേഴ്സ് റിയാക്ഷൻ. ഈ ആരോ ശ്രദ്ധിക്കുക, ഒരു വൺ സൈഡഡ് ആരോ ആണ്. എന്ന് വെച്ചാൽ റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറി, അതിവിടെ നിങ്ങളുടെ തിരിച്ചൊരു വരവില്ല. പക്ഷെ റിവേഴ്സിബിൾ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. എ റിയാക്ടന്റ് ആർ is converted to product and product P is coming back to reactant. ആ സിമ്പിൾ നോക്കുക. Look at the symbol representing the reaction. Irreversible എന്ന് വെച്ചാൽ ഒരു വൺ സൈഡഡ് ആരോ ആണ്. റിവേഴ്സിബിൾ എന്ന് വെച്ചാൽ there will be two side arrow. ഇതിനെ നമ്മൾ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയും. ആൻഡ് ഇതിനെ നമ്മൾ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയും. ഫോർവേഡ് റിയാക്ഷൻ ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷൻ ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇവിടെ ബാക്ക്വേർഡ് റിയാക്ഷൻ ഇല്ല, ഫോർവേഡ് റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. There is no backward reaction. ഇപ്പോൾ ഫിസിക്കൽ പ്രോസസ്സുകളാവട്ടെ കെമിക്കൽ പ്രോസസ്സുകളാവട്ടെ ഈ 2 തരത്തിലും ഉള്ള റിയാക്ഷൻസ് ഉണ്ട്. ചിലത് ഇർറിവേഴ്സിബിൾ ആണ്, ചിലത് റിവേഴ്സിബിൾ ആണ്. ചിലത് ഇർറിവേഴ്സിബിൾ ആണ്, ചിലത് റിവേഴ്സിബിൾ ആണ്. റൈറ്റ്? നിങ്ങളൊരു പേപ്പർ കഷ്ണം എടുത്ത് കത്തിക്കുന്നു, ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് എ ഇർറിവേഴ്സിബിൾ പ്രോസസ്. ഒരു കഷ്ണം പേപ്പർ കത്തിച്ച് കളയുന്നു, LPG കത്തിച്ചു കളയുന്നു, വിറക് കത്തിച്ചു കളയുന്നു. ഈ പറയുന്ന എല്ലാ പ്രോസസ്സുകളും ഇർറിവേഴ്സിബിൾ ആണ്. കാരണം ഒരു തിരിച്ചു വരവില്ല. ഒരു കഷ്ണം പേപ്പർ കത്തിച്ചു കളഞ്ഞാൽ അത് കുറച്ച് ആഷായിട്ട് മാറി. ആ ആഷ് തിരിച്ച് പേപ്പറാക്കി മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് കൊച്ചു കുട്ടികൾക്കും അറിയാവുന്നതാണ്. അത്തരത്തിലുള്ള പ്രോസസ്സുകളെയാണ് ഇർറിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇനി 10ാം ക്ലാസ്സിലേക്ക് ഒരു തിരിച്ചുപോക്കില്ല, കഴിഞ്ഞു. നിങ്ങൾക്കിനി 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പോയി ഇരിക്കാൻ കഴിയില്ല, അത് കഴിഞ്ഞു. ആൻഡ് യുവർ സ്റ്റഡി പ്രോസസ് ഈസ് ഇർറിവേഴ്സിബിൾ. നിങ്ങളിനി മുന്നോട്ടാണ്, മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്, തിരിച്ചൊരു പോക്കില്ല. ഏജിങ് പ്രോസസ് ഈസ് ഇർറിവേഴ്സിബിൾ. റസ്റ്റിംഗ് ഓഫ് അയൺ, ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് ഇർറിവേഴ്സിബിൾ ആണ്, തിരിച്ചു വരവില്ല. തുരുമ്പ് പിടിച്ചത് തിരിച്ച് ഇരുമ്പാക്കി മാറ്റാൻ സാധിക്കില്ല, അത് ഇർറിവേഴ്സിബിൾ ആണ്. സോ ബേണിംഗ് പ്രോസസ്സുകൾ, ബേണിംഗ് ഓഫ് ഫ്യൂവൽസ് ഇർറിവേഴ്സിബിൾ ആണ്. ഡൈജഷൻ ഓഫ് ഫുഡ് ഇർറിവേഴ്സിബിൾ ആണ്. ഏജിങ് പ്രോസസ്സ് ഇർറിവേഴ്സിബിൾ ആണ്.
ബേണിംഗ് എ പീസ് ഓഫ് പേപ്പർ ഇറിവേഴ്സിബിൾ ആണ്. റസ്റ്റിംഗ് ഓഫ് അയൺ ഇറിവേഴ്സിബിൾ ആണ്. ആൻഡ് ദർ ആർ ലോട്ട് ഓഫ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ് ആൻഡ് ദർ ആർ ലോട്ട് ഓഫ് റിവേഴ്സിബിൾ റിയാക്ഷൻസ് ഓൾസോ. നോക്കൂ, ഹൈഡ്രോക്ലോറിക് ആസിഡ് റിയാക്ടിംഗ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ്, you know it is acid base neutralization, you are getting NaCl and water. ഇത് റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ പറയൂ നിങ്ങൾ. 2, നൈട്രജൻ റിയാക്ട് വിത്ത് ഹൈഡ്രജൻ, യു ആർ ഗെറ്റിംഗ് അമോണിയ. ഇത് റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ പറയൂ. എന്നിട്ട് ഞാൻ സിമ്പിൾ ഇടാം. ഈ സിമ്പിൾ ഇടണോ അതോ ഈ സിമ്പിൾ ഇടണോ നിങ്ങൾ പറയൂ. 3, കാൽസ്യം കാർബണേറ്റ് സോളിഡ്, when heated you get calcium oxide solid plus carbon dioxide in an open vessel. ഇത് റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ നിങ്ങൾ പറയൂ. 4th റിയാക്ഷൻ, സിൽവർ നൈട്രേറ്റ് aqueous reacting with NaCl, you are getting AgCl solid precipitation plus NaNO3 aqueous. ഇവിടെയൊക്കെ ഞാൻ ഗ്യാപ്പ് ഇട്ട് വെച്ചിരിക്കുക, അവിടെയൊക്കെ ഞാൻ ഗ്യാപ്പ് ഇട്ട് വെച്ചിരിക്കുക. ജസ്റ്റ് ടു കമന്റ്, ഈസ് ഇറ്റ് റിവേഴ്സിബിൾ ഓർ ഇറിവേഴ്സിബിൾ? പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ. പോരട്ടെ. ആരത്തി 1 irreversible, 2 reversible, 2 reversible, 2 reversible, 2 reversible, 1 irreversible, 3 reversible. പോരട്ടെ. നമ്പർ ഇട്ട് പറയുക കേട്ടോ, നമ്പർ ഇട്ട് പറയുക. അർജു 4 irreversible, വർഷ 3 reversible. യെസ് വർഷ 4 irreversible. പോരട്ടെ. യെസ്, ഞാൻ ആൻസർ എഴുതാൻ പോവാണ്. ഒന്നാമത്തേത് ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ. രണ്ടാമത്തേത് ഇറ്റ് ഈസ് റിവേഴ്സിബിൾ, വെരി പോപ്പുലർ റിവേഴ്സിബിൾ റിയാക്ഷൻ. മൂന്നാമത്തേത് ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ ഇൻ ആൻ ഓപ്പൺ കണ്ടീഷൻ. നാലാമത്തേത് ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ. ഇതിൽ ഒരെണ്ണം മാത്രമേ റിവേഴ്സിബിൾ ഉള്ളൂ, ബാക്കി എല്ലാതും ഇറിവേഴ്സിബിൾ ആണ്. ഇതെങ്ങനെയാണ് സാർ നമുക്ക് മനസ്സിലാവുക? നമ്മൾ അതിലേക്കാണല്ലോ കടന്നു ചെല്ലാൻ പോകുന്നത്. നമ്മളിപ്പോ ഇത്തരം റിയാക്ഷൻസ് വ്യാപകമായി പരിചയപ്പെടാൻ പോവുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ റിവേഴ്സിബിൾ റിയാക്ഷൻസും ഇറിവേഴ്സിബിൾ റിയാക്ഷൻസും പരിചയപ്പെടുന്ന യാത്രയുടെ ഒരു തുടക്കത്തിലാണ് നമ്മളുള്ളത്. അപ്പൊ ഏതാനും റിയാക്ഷൻസ് ഞാൻ പരിചയപ്പെടുത്തി എന്ന് മാത്രം. സപ്പോസ് യു ആർ ഡീലിംഗ് വിത്ത് ദ റിയാക്ഷൻ H2 plus I2 giving 2HI. On the course of time we are going to realize it is a example for reversible reaction. ഇങ്ങനെ ധാരാളം റിവേഴ്സിബിൾ ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നു. അർജുന്റെ 3 തെറ്റി. യെസ്, 3 തെറ്റി എന്ന് പറയുമ്പോൾ വലിയ തെറ്റല്ല. കാരണം അത് ഓപ്പൺ കണ്ടീഷനിൽ ഞാൻ എടുത്തു പറഞ്ഞു. ഓപ്പൺ കണ്ടീഷനിൽ അത് ഇറിവേഴ്സിബിൾ ആണ്, ക്ലോസ്ഡ് കണ്ടീഷനിൽ അത് റിവേഴ്സിബിൾ ആവാം. ആൻഡ് അണ്ടർസ്റ്റാൻഡ്, ഈ റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത് ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ ഒരു അവസ്ഥയും കൂടിയാണ്. അഭിനവ് 3 തെറ്റി. യെസ്, 3 ക്ലോസ്ഡ് സിസ്റ്റം ആണെങ്കിൽ റിവേഴ്സിബിൾ ആവാം കേട്ടോ. യെസ്, ഞാൻ എടുത്തു പറഞ്ഞു ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞു. ഓപ്പൺ സിസ്റ്റത്തിൽ അത് ഇറിവേഴ്സിബിൾ ആണ്. കാരണം ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ചാടിപ്പോവും. ഒരു പ്രോഡക്റ്റ് ചാടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണോ തിരിച്ചു വരിക? ഒരു പ്രോഡക്റ്റ് ചാടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ആ റിയാക്ഷൻ തിരിച്ചു നടക്കുക? അതുപോലെ ഇതൊക്കെ സൊല്യൂഷൻ ആണ്, ഇതൊക്കെ അക്വസ് സൊല്യൂഷൻ ആണ്. അതിൽ ഒരാൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്തു. ഈ ആരോ കാണിക്കുന്നത് പ്രസിപ്പിറ്റേഷൻ എന്നാണ്. AgCl ഡൗൺ ആരോ കാണിക്കുന്നത് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് സോളിഡ് ആയിട്ട് പുറത്തു വരിക എന്നാണ്. ഒരു അക്വസ് സൊല്യൂഷനിൽ ഒരു പ്രോഡക്റ്റ് സോളിഡ് ആയിട്ട് പുറത്തു വന്നാൽ പിന്നെ എങ്ങനെയാ റിയാക്ഷൻ തിരിച്ചു പോവില്ലല്ലോ. So these are few examples to understand reversible and irreversible reaction.
കൂടുതൽ റിയാക്ഷൻസ് പരിചയപ്പെടാൻ ശ്രമിക്കുക. പുസ്തകങ്ങളൊക്കെ വായിച്ചു തുടങ്ങുന്ന സമയത്ത് ടെക്സ്റ്റിലാണെങ്കിലും ഗൈഡുകളിലാണെങ്കിലും ധാരാളം എക്സാമ്പിൾസ് നമുക്ക് കാണാൻ സാധിക്കും. റൈറ്റ്? എനിവേ, ദർ ആർ ടു ടൈപ്സ് ഓഫ് റിയാക്ഷൻസ്. ഒന്ന് റിവേഴ്സിബിൾ, ഒന്ന് ഇർറിവേഴ്സിബിൾ. റിവേഴ്സിബിൾ റിയാക്ഷൻ വിൽ ഗോ ടു കംപ്ലീഷൻ. irreversible reaction will go to completion. പക്ഷെ റിവേഴ്സിബിൾ റിയാക്ഷൻ അങ്ങനെയല്ല, കംപ്ലീറ്റ് ആവില്ല. കാരണം റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറും, പ്രോഡക്റ്റ് തിരിച്ച് റിയാക്ടന്റ് ആയിട്ട് വരും. ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റഡ്. സോ irreversible reaction will go to completion. This proceed to completion. While reversible reaction അങ്ങനെയല്ല, is not proceed to completion. അത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. റിയാക്ടന്റ് പ്രോഡക്റ്റ് ആവുന്നു, പ്രോഡക്റ്റ് തിരിച്ച് ഇങ്ങോട്ട് വരുന്നു. ആ റിയാക്ഷൻ എങ്ങനെ കംപ്ലീറ്റ് ആവില്ലല്ലോ. റൈറ്റ്? യെസ്. ഈ പറഞ്ഞതിൽ ആർക്കും സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യാം. റൈറ്റ്? ആൻഡ് ടെൽ മീ, രണ്ട് ഗ്രാഫ് കേട്ടോ. വൈ ആക്സിസിൽ കോൺസെൻട്രേഷൻ, എക്സ് ആക്സിസിൽ ടൈം. വൈ ആക്സിസിൽ കോൺസെൻട്രേഷൻ, എക്സ് ആക്സിസിൽ ടൈം. രണ്ട് ഗ്രാഫ്. വൈ ആക്സിസിൽ കോൺസെൻട്രേഷൻ, എക്സ് ആക്സിസിൽ ടൈം. Kindly tell me which is reversible and which is irreversible. This is reactant. This is reactant and this is product. This is reactant. This is reactant and this is product. Graph 1 and graph 2. ഇതിൽ ഏതാണ് റിവേഴ്സിബിൾ എന്ന് പറയണം? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അഭിനവ്, 1 റിവേഴ്സിബിൾ. ആരോൺ, 1 റിവേഴ്സിബിൾ. 1 reversible. Very good. This is reversible and this is irreversible. എങ്ങനെയാണ് പറയാൻ സാധിച്ചത്? What logic made you conclude that? എന്തുകൊണ്ടാണ് രണ്ടാമത്തെ ഗ്രാഫ് irreversible എന്ന് പറയാൻ സാധിച്ചത്? വളരെ സിമ്പിൾ അല്ലേ? എങ്ങനെയാ പറയാൻ സാധിച്ചത്? ദാ ഇവിടെ നോക്കിയിട്ട് റിയാക്ടന്റ് കോൺസെൻട്രേഷൻ കമ്മിങ് ടു 0. റിയാക്ടന്റ് കംപ്ലീറ്റ് ആയിട്ട് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. There is completion in the second graph. അങ്ങനെയാണ് irreversible എന്ന് പറഞ്ഞത്. Yeah, exactly. It's completely reacting. Reactant ബാക്കിയില്ല. That's how. Reactant ബാക്കിയില്ല. That's how we comment it is irreversible. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. റിയാക്ടന്റ് കുറഞ്ഞു വരുന്നു, പിന്നെ അത് കോൺസ്റ്റന്റ് ആവുന്നു. പ്രോഡക്റ്റ് കൂടി വരുന്നു, പിന്നെ അത് കോൺസ്റ്റന്റ് ആവുന്നു. അപ്പൊ റിയാക്ടന്റ് പൂർണ്ണമായും പ്രോഡക്റ്റ് ആയിട്ട് മാറിയോ എന്ന് ചോദിച്ചാൽ ഇല്ല, ബാക്കിയുണ്ട്. അതെങ്ങനെ ബാക്കി വന്നു? ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു, അവിടുന്ന് ഇങ്ങോട്ട് വരുന്നു. സ്വാഭാവികമായിട്ടും ബാക്കി ഉണ്ടാവുമല്ലോ. ദാറ്റ്സ് ഇറ്റ്. യെസ്, എക്സാക്ട്ലി.
and this point is referred as equilibrium. The reaction വരുന്ന ഈ പോയിന്റിനെ നമുക്ക് equilibrium എന്ന് വിളിക്കാം. This may be called as equilibrium. അതും അത് കഴിഞ്ഞു വരുന്നതും അതാണ് equilibrium. Then what is equilibrium? അപ്പോൾ equilibrium എന്ന് വെച്ചാൽ എന്താണ്? Equilibrium is the condition of a system observed in reversible reactions. Reversible reactionൽ ഒബ്സർവ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ആണ്, ഒരു സ്റ്റേറ്റ് ആണ് equilibrium എന്ന് പറയുന്നത്. It is the state when the observable properties of a system remain constant. ഒരു സിസ്റ്റത്തിലെ ഒബ്സർവബിൾ പ്രോപ്പർട്ടീസ് കോൺസ്റ്റന്റ് ആയി മാറുന്ന അവസ്ഥയെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ ഒബ്സർവബിൾ പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിച്ചാല് കോൺസെൻട്രേഷൻ ആണ്. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ, അതുപോലെ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ, അതാണ് നമ്മുടെ ഒബ്സർവബിൾ പ്രോപ്പർട്ടി. നോക്കടാ, ഈ ടൈം എത്തിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് റിമെയിൻ കോൺസ്റ്റന്റ്. കണ്ടോ? ഈ സമയം എത്തിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് റിമെയിൻ കോൺസ്റ്റന്റ്. കണ്ടോ? അറ്റ് ദാറ്റ് മൊമെന്റ് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുക, ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് റിമെയിൻ കോൺസ്റ്റന്റ്. കണ്ടോ? ഇത് കോൺസ്റ്റന്റ് ആയിട്ട് പോകുന്നു. അതുവരെ ഒരു മാറ്റമുണ്ട്. കണ്ടോ? ഇങ്ങനെ മാറുന്നുണ്ട്. ഇത് കഴിയുമ്പോൾ കോൺസ്റ്റന്റ് ആയി. അതുപോലെ ഇത് കണ്ടോ, ഇങ്ങനെ മാറി 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 വരിക. ഇവിടുന്ന് കഴിയുമ്പോൾ അത് കോൺസ്റ്റന്റ് ആയി. ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഈക്വിലിബ്രിയം. ഇക്വിലിബ്രിയം നമ്പർ 1, ഇക്വിലിബ്രിയം ഒബ്സർവ്ഡ് ഇൻ റിവേഴ്സിബിൾ റിയാക്ഷൻസ്. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്ററിലെ താരങ്ങള്, നമ്മൾ ഈ ചാപ്റ്ററിലെ മെയിൻ ഡിസ്കഷൻ റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ എന്ന് ചോദിച്ചാൽ സംശയമില്ല, റിവേഴ്സിബിൾ റിയാക്ഷനെ കുറിച്ചാണ് നമ്മൾ മെയിൻ ആയിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇക്വിലിബ്രിയം ഈസ് ഒബ്സർവ്ഡ് ഇൻ റിവേഴ്സിബിൾ റിയാക്ഷൻ. And equilibrium is nothing but the condition of a system where the observable properties remain constant throughout. ഈ ഒബ്സർവബിൾ പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു കളർ ചേഞ്ച് ആവാം, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ആവാം, ചേഞ്ച് ഇൻ പ്രഷർ ആവാം. ദർ ക്യാൻ ബി ഡിഫറെന്റ് തിങ്സ്. മനസ്സിലായില്ലേ? പല റിയാക്ഷൻസിലും കളർ ഒരു വിഷയമാണ്. പല റിയാക്ഷൻസിലും കളർ ഒരു വിഷയമാണ്. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, സപ്പോസ് വി ആർ ഡീലിംഗ് വിത്ത് an equilibrium, very popular reaction we are going to learn in the 12th standard topic, an equilibrium between chromate and dichromate. ഇയാളുടെ പേര് CrO4 2-. ഇയാളുടെ പേര് ക്രോമേറ്റ് എന്നാണ്. ക്രോമേറ്റ്. രണ്ട് ക്രോമേറ്റ് forming dichromate Cr2O7 2-. ഇയാളുടെ പേര് ഡൈക്രോമേറ്റ് എന്നാണ്. ഡൈക്രോമേറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയം കാണും, ക്രോമേറ്റും ഡൈക്രോമേറ്റും. ഇത് യെല്ലോ കളറാണ്, ഇത് ഓറഞ്ച് കളറാണ്. റൈറ്റ്? ഇപ്പൊ നമ്മളൊരു സൊല്യൂഷൻ എടുക്കുന്നു, ആ സൊല്യൂഷൻ ക്രോമേറ്റ് ആണ് എടുത്തത്. വി ആർ ടേക്കിംഗ് ക്രോമേറ്റ് ആൻഡ് ഡിസോൾവിംഗ് ഇൻ വാട്ടർ, യു ഗെറ്റ് എ സൊല്യൂഷൻ. നിങ്ങൾക്ക് കിട്ടുന്ന സൊല്യൂഷൻ നല്ല യെല്ലോ കളർ ആയിരിക്കും. ആ യെല്ലോ കളർ അങ്ങനെ തന്നെ നിൽക്കുമോ? ഇല്ല. പിന്നെയോ ഗ്രാജുവൽ ആയിട്ട് ആ യെല്ലോ മാറും. ആ യെല്ലോ പതുക്കെ ഓറഞ്ചിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് കാണാം. ആ യെല്ലോ നിങ്ങൾ ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ക്രോമേറ്റിന്റെ ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തു. ആ പ്രിപ്പയർ ചെയ്ത സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള സൊല്യൂഷൻ യെല്ലോ കളേർഡ് ആയിരിക്കും. അത് യെല്ലോ കളേർഡ് ആയിട്ട് അങ്ങനെ നിൽക്കുവോ? ഇല്ല. പിന്നെ അപ്പോൺ ടൈം ആ യെല്ലോ കളറ് പതുക്കെ ഓറഞ്ചിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും ഓറഞ്ചായിട്ട് മാറുമോ? ഇല്ല. പൂർണ്ണമായിട്ടും യെല്ലോ ഓറഞ്ച് ആയിട്ട് മാറുമോ? ഇല്ല. പിന്നെ
യെല്ലോയ്ക്കും ഓറഞ്ചിനും ഇടയിൽ ഒരു അവസ്ഥയിൽ വന്ന് അത് നിൽക്കും. ആൻഡ് അറ്റ് ദാറ്റ് ടൈം, ഇപ്പോ ആ കളർ ചേഞ്ച് യെല്ലോയിൽ നിന്ന് ഓറഞ്ചിലേക്കുള്ള യാത്ര ഇങ്ങനെ പോയി 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 ഒരു ഇടയിൽ ഒരു അവസ്ഥയിൽ അത് നിൽക്കും. ആ അവസ്ഥയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. യെല്ലോയ്ക്കും ഓറഞ്ചിനും ഇടയിലുള്ള ഒരു പോയിന്റിൽ വന്ന് അത് നിൽക്കും. ആ പോയിന്റിനെയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അവിടെ ഒരു ഫർദർ കളർ ചേഞ്ച് കാണാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ് ഫർദർ കളർ ചേഞ്ച് കാണാത്തത്? തുടക്കത്തിൽ യെല്ലോ ആയിരുന്നു, അത് ഫോർവേഡ് റിയാക്ഷൻ നടന്നു, ഓറഞ്ചിലേക്ക് പോവുകയാണ്. അങ്ങനെ പോയി 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 കുറച്ച് കഴിയുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ടും വരാൻ തുടങ്ങും. അവസാനം ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും ഉള്ള വരവ് ഈക്വലാവും. ഇവിടുന്ന് അങ്ങോട്ട് എത്ര ചേഞ്ച് നടക്കുന്നുണ്ടോ തുല്യമായിട്ടുള്ള ഒരു ചേഞ്ച് അവിടുന്ന് ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങിയാൽ പിന്നെ നെറ്റ് ചേഞ്ച് ഉണ്ടാവില്ല. ദാറ്റ് ഈസ് ഇക്വിലിബ്രിയം. അതിനെയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. Equilibrium is a condition where the observable properties of a system remain constant. അത് കളർ ആവാം, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ആവാം, പ്രഷർ ആവാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം. ഒബ്സർവബിൾ പ്രോപ്പർട്ടി അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. എന്ന് വെച്ചാൽ ആ സിസ്റ്റം സ്റ്റാറ്റിക് ആയി എന്നാണോ എന്ന് ചോദിച്ചാൽ അല്ല, സ്റ്റാറ്റിക് അല്ല. സിസ്റ്റം സ്റ്റാറ്റിക് ആണോ? സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ നിശ്ചലമായ അവസ്ഥ. ഇപ്പോ ഈ ഇക്വിലിബ്രിയം സ്റ്റാറ്റിക് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, സ്റ്റാറ്റിക് അല്ല. ഇറ്റ് ഈസ് ഡൈനമിക് ഇക്വിലിബ്രിയം. അതുകൊണ്ടാണ് നമ്മൾ ഡൈനമിക് ഇക്വിലിബ്രിയം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഡൈനാമിക് ഇക്വിലിബ്രിയം. എന്തുകൊണ്ടാണ് ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന വാക്ക് പറയുന്നത്? സർ, റിയാക്ടൻസും പ്രോഡക്ട്സും ടൈം ഇൻക്രീസ് ചെയ്യുമ്പോൾ അവസാനം സെയിം ആവില്ലേ ഒരു പോയിന്റിൽ? എനിക്ക് മനസ്സിലായില്ല. അളവാണോ? ക്വാണ്ടിറ്റി ആണോ? റിയാക്ടൻസിന്റെയും പ്രോഡക്ട്സിന്റെയും ക്വാണ്ടിറ്റി ആണോ നീ ഉദ്ദേശിക്കുന്നത്? അത് ആവണമെന്നില്ല, ആവാം, ആവാതിരിക്കാം. ഇക്വിലിബ്രിയം 3 തരത്തിൽ സംഭവിക്കാം. അർജു ചോദിച്ച സംശയം എത്ര പേർക്ക് മനസ്സിലായി എന്ന് എനിക്കറിയില്ല. അർജു ചോദിക്കുന്നത് ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോൾ റിയാക്ടന്റിന്റെയും പ്രോഡക്റ്റിന്റെയും അളവ് തുല്യമാവണ്ടേ എന്നാണ് ചോദ്യം. നോട്ട് നെസസറിലി. ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ലെറ്റ് മീ ടെൽ യു, ദർ ആർ 3 ടൈപ്സ് ഓഫ് ഇക്വിലിബ്രിയം ഒബ്സർവ്ഡ്. 3 തരത്തിൽ ഇക്വിലിബ്രിയം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്ന് ഇങ്ങനെയാണ്. അഗെയിൻ ലെഫ്റ്റ് സൈഡിൽ y ആക്സിസിൽ കോൺസെൻട്രേഷൻ, x ആക്സിസിൽ ടൈം. 3 ടൈപ്പിൽ നിങ്ങൾക്ക് ഇക്വിലിബ്രിയം കാണാൻ സാധിക്കും. ഒന്ന്, 2, 3. നന്നായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഒന്ന്, this is reactant, this is product, and hope you understand this is equilibrium. ഇതാണ് ഇക്വിലിബ്രിയം പോയിന്റ്. അവിടുന്ന് അങ്ങോട്ട് റിയാക്ടന്റിന്റെയും പ്രോഡക്റ്റിന്റെയും കോൺസെൻട്രേഷൻ ഫിക്സഡ് ആയിട്ട് പോകുന്നത് കാണാം. This is equilibrium point. You see the concentration of product and reactant remain constant from this point. This is equilibrium point. And there can be an equilibrium in this way. This is reactant and this is product. ഇതാണ് ഇപ്പോ അർജു പറഞ്ഞത്. ഞാൻ റിയാക്ടന്റും പ്രോഡക്റ്റും 2 വ്യത്യസ്ത കളറിൽ കാണിക്കാം. ഇത് പ്രോഡക്റ്റ്. ആൻഡ് വൺസ് അഗൈൻ ദിസ് ഈസ് ഇക്വിലിബ്രിയം. ഇതാണ് ഇക്വിലിബ്രിയം.
This is equilibrium, where you can see the concentration of reactant and product remain fixed. നോക്കടാ, പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആണ്, അതേപോലെ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ അതും കോൺസ്റ്റന്റ് ആണ്. കണ്ടോ? That is equilibrium. This is number 2. And number 3, it can be like this. Number 3, it can be like this. This is reactant and this is product. Once again, idana equilibrium point. This is equilibrium point. And once again, you can visualize the concentration of product constant ആണ്. From this time onwards, concentration of product constant ആണ്, concentration of reactant constant ആണ്. That is equilibrium. Equilibrium ഈ 3 അവസ്ഥയിൽ പറയാം. സർ 10 ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്, അതാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, നമുക്ക് എപ്പോ പഠിച്ച കാര്യങ്ങളും നമ്മൾ തെറ്റായ അല്ലെങ്കിൽ ശരിയല്ലാത്ത അല്ലെങ്കിൽ കൃത്യമല്ലാത്ത ഒരു ആശയം മനസ്സിൽ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ ഏത് മൊമെന്റിലും നമുക്കത് തിരുത്താമല്ലോ. അർജു പറഞ്ഞ അവസ്ഥ ഇതാണ്, എപ്പോഴും ഇങ്ങനെ ആവണമെന്നില്ല. അർജു പറഞ്ഞ അവസ്ഥ ഇതാണ്. നോക്ക്, ഇക്വിലിബ്രിയം റിയാക്ടന്റും പ്രോഡക്റ്റും ഒരേ അളവാണ്. ഞാൻ റിയാക്ടന്റ് എടുത്തു. ഫോർ എക്സാമ്പിൾ, ഞാൻ റിയാക്ടന്റ് എടുത്തത് 10 മോളാർ ആണ്. ഇവിടെ എത്തിയപ്പോ ഇത് 5 ആണ് കേട്ടോ, 5 മോളാർ. റിയാക്ടന്റ് പകുതി തീർന്നു. പ്രോഡക്റ്റ് റിയാക്ടന്റ് 10ൽ നിന്ന് കുറഞ്ഞ് 5ലേക്ക് എത്തി. പ്രോഡക്റ്റ് 0ൽ നിന്ന് കൂടി 5ലേക്ക് എത്തി. രണ്ടുപേരുടെയും അളവ് സെയിം ആണ്. രണ്ടുപേരുടെ അളവ് സെയിം ആണ്. അതേസമയം ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മൾ 10ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. റിയാക്ടന്റിന്റെ അളവ് നോക്കാം. റിയാക്ടന്റിന്റെ അളവ് ഇത് 0, ഒരു 2ലാണ്. അതേസമയം പ്രോഡക്റ്റിന്റെ അളവ് നോക്കടാം. പ്രോഡക്റ്റിന്റെ അളവ് ഒരു 8ലാണ്. അതും ഇക്വിലിബ്രിയമാണ്. അപ്പൊ ഇവിടെ റിയാക്ടന്റിന്റെ അളവ് കുറവാണ്, പ്രോഡക്റ്റിന്റെ അളവ് കൂടുതലാണ്. ഇവിടെ റിയാക്ടന്റിന്റെയും പ്രോഡക്റ്റിന്റെയും അളവ് തുല്യമാണ്. അതേസമയം ഇവിടെ നോക്ക്, നമ്മൾ 10ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. റിയാക്ടന്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ 8. പ്രോഡക്റ്റ് 0ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. പ്രോഡക്റ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ 2. അപ്പൊ ഇവിടെ റിയാക്ടന്റ് കുറവാണ്, പ്രോഡക്റ്റ് കൂടുതലാണ്. റിയാക്ടന്റ് 10ൽ നിന്ന് 2ലേക്ക് എത്തി. പ്രോഡക്റ്റ് 0ൽ നിന്ന് 8ലേക്ക് എത്തി. ഇവിടെ റിയാക്ടന്റ് 10ൽ നിന്ന് 5ലേക്ക് എത്തി. പ്രോഡക്റ്റ് 0ൽ നിന്ന് 5ലേക്ക് എത്തി. രണ്ടുപേരുടെയും ക്വാണ്ടിറ്റി ഇക്വിലിബ്രിയത്തില് ഈക്വൽ ആണ്. ഇവിടെ റിയാക്ടന്റ് 10ൽ നിന്ന് 2 കുറഞ്ഞ് 8ലേക്ക് എത്തി. പ്രോഡക്റ്റ് 0ൽ നിന്ന് 2 കൂടി 2ലേക്ക് എത്തി. റൈറ്റ്? The values are merely arbitrary just to explain the 3 situation. 3 അവസ്ഥകൾ പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ എഴുതിയ ഡാറ്റയാണ്. ആ ഡാറ്റ നിങ്ങൾക്ക് ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഫറെന്റ് ഡാറ്റ ആക്കാം, നോ പ്രോബ്ലം. ഇവിടെ 10ഉം ഇവിടെ 1ഉം ആക്കിക്കോളൂ. ഇവിടെ 9 ആക്കിക്കോളൂ, നോ പ്രോബ്ലം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അർജു ക്ലിയർ ആണോടാ? അപ്പൊ ഇക്വിലിബ്രിയം എത്തിയാൽ റിയാക്ടന്റിന്റെയും പ്രോഡക്റ്റിന്റെയും അളവ് തുല്യമാവണം എന്നല്ല. പിന്നെ ഇക്വിലിബ്രിയം എത്തിയാൽ റിയാക്ടന്റിന്റെയും പ്രോഡക്റ്റിന്റെയും കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും, മാറാൻ പാടില്ല. ഇവിടെ നോക്ക്, 10ൽ നിന്ന് കുറഞ്ഞു വന്ന് 2ആയി. ആ 2 കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. 0ൽ നിന്ന് കൂടി വന്ന് 8ആയി. ആ 8 കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അതാണ് ഇക്വിലിബ്രിയം. പറയൂ, ഇതിൽ എവിടെയാണ് റിയാക്ഷൻ മൂവ്സ് ഓൾമോസ്റ്റ് ടു കംപ്ലീഷൻ? റിയാക്ഷൻ പരമാവധി മൂവ് ചെയ്തത് എവിടെയാണ്? നമ്മളിപ്പോ നോക്ക്, റിയാക്ടന്റ് ഗിവിംഗ് പ്രോഡക്റ്റ്, ഇതില് ഇക്വിലിബ്രിയം നിൽക്കുന്ന അവസ്ഥ ഇവിടെ ആവാം. നമ്മുടെ ഗ്രാഫ് 1 എവിടെയാണ്? ഇതില് A ആവാം, B ആവാം, C ആവാം.
നമ്മുടെ ഗ്രാഫ് 1 എ ബി സിയിൽ ആരാണ്? ഗ്രാഫ് 1 എ ബി സിയിൽ ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ? സി ആണ്. വെരി ഗുഡ്. ദിസ് ഈസ് ഗ്രാഫ് 1 and hope you understand. This is graph 2 and this is graph 3. C ആണ് ഗ്രാഫ് 1, B ആണ് ഗ്രാഫ് 2, A ആണ് ഗ്രാഫ് 3. എയിൽ റിയാക്ഷൻ കുറച്ചേ നടന്നിട്ടുള്ളൂ, അതുകൊണ്ട് ഇവിടെ. ബിയിൽ റിയാക്ഷൻ ഓൾമോസ്റ്റ് പകുതി നടന്നു, അപ്പൊ ഇവിടെ. സിയിൽ റിയാക്ഷൻ മാക്സിമം റൈറ്റിലേക്ക് വന്നു, അപ്പൊ ഇവിടെ. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? അപ്പോ ഫിഗർ ഗ്രാഫ് 1 റിയാക്ഷൻ മാക്സിമം റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഗ്രാഫ് 2 റിയാക്ഷൻ സംവാട്ട് മിഡ് വേ ആണ്. ഗ്രാഫ് 3 റിയാക്ഷൻ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ്. ഗുഡ് ഗുഡ്. യെസ്. അപ്പൊ ഇപ്പൊ നമ്മള് എന്തൊക്കെയാണ് പരിചയപ്പെട്ടത്? അപ്പൊ ഇതൊക്കെ പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞതെല്ലാം എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കണ്ടീഷൻസ് മാറിയാൽ ഇക്വിലിബ്രിയം ഡിസ്റ്റർബ്ഡ് ആവും കേട്ടോ. കണ്ടീഷൻസ് മാറിയാൽ ഇക്വിലിബ്രിയം പുതിയൊരു അവസ്ഥയിലേക്ക് പോകും. ഫോർ എക്സാമ്പിൾ, ആസിഡ് മീഡിയം പ്രൊവൈഡ് ചെയ്താൽ ഓറഞ്ച് കളർ കൂടുതലായിട്ട് ഉണ്ടാകും. ആൽക്കലി മീഡിയം പ്രൊവൈഡ് ചെയ്താൽ യെല്ലോ കളർ കൂടുതലായിട്ട് ഉണ്ടാവും. നേരത്തെ പറഞ്ഞല്ലോ. ഇത് ഒരു ഉദാഹരണം പറയാണ് കേട്ടോ, ഒരു ഉദാഹരണം പറയാണ്. അതുപോലെ ഇക്വിലിബ്രിയം ക്യാൻ ബി അറ്റൈൻഡ് ഫ്രം ഐദർ സൈഡ്. എവിടുന്ന് വേണമെങ്കിലും നമുക്ക് അറ്റൈൻ ചെയ്യാം. ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക, അതിൽ ക്രോമേറ്റ് ആഡ് ചെയ്യുക, വലിയ യെല്ലോ കളേർഡ് സൊല്യൂഷൻ കിട്ടും. സമയം കഴിയും തോറും യെല്ലോയിൽ നിന്ന് ഓറഞ്ചിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, അതിൻ്റെ ഇടയിൽ വന്ന് നിൽക്കും, പിന്നെ മാറില്ല. ദാറ്റ് ഈസ് ഇക്വിലിബ്രിയം. അതല്ല, നിങ്ങൾക്ക് ഓറഞ്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. യു ടേക്ക് ഡൈക്രോമേറ്റ്, പ്രിപ്പയർ എ സൊല്യൂഷൻ. നല്ല ഓറഞ്ച് കളേർഡ് ആയിരിക്കും. ഓൺ ദ കോഴ്സ് ഓഫ് ടൈം യു ക്യാൻ സീ ഓറഞ്ച് സ്ലൈറ്റ്ലി ഫെയ്ഡ്സ്. ഓറഞ്ച് കുറഞ്ഞ് യെല്ലോയിലേക്ക് പോകുന്നത് കാണാം. സംവേർ ഇൻ ബിറ്റ്വീൻ യെല്ലോ ആൻഡ് ഓറഞ്ച് അത് വന്ന് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ദാറ്റ് ഈസ് ഇക്വിലിബ്രിയം. സോ ഇക്വിലിബ്രിയം ക്യാൻ ബി അറ്റൈൻഡ് ഫ്രം ഐദർ സൈഡ്. ഇവിടുന്ന് അങ്ങോട്ടും ആവാം, അവിടുന്ന് ഇങ്ങോട്ടും ആവാം. കണ്ടീഷൻസ് മാറിയാൽ ഇക്വിലിബ്രിയം ഡിസ്റ്റർബ്ഡ് ആവും. ആസിഡ് മീഡിയം എടുത്താൽ കൂടുതൽ അങ്ങോട്ട് പോകും. കുറച്ച് ആസിഡ് ഒഴിക്കുക, അപ്പോൾ ഓറഞ്ച് ഡോമിനേറ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇക്വിലിബ്രിയം റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആൽക്കലി ആഡ് ചെയ്യുക, അപ്പോൾ യെല്ലോ ഷിഫ്റ്റ് ചെയ്യുന്നത് യെല്ലോ കൂടുന്നത് കാണാൻ സാധിക്കും. സോ ആസിഡ് മീഡിയം ഡോമിനേറ്റ്സ് ഡൈക്രോമേറ്റ്, ആൽക്കലി മീഡിയം ഡോമിനേറ്റ്സ് ക്രോമേറ്റ്. ഇതിന്റെ കാര്യമാണ് കേട്ടോ. ഈ എക്സാമ്പിളിന്റെയാണ് ഈ പറയുന്നത്. ഡോണ്ട് ട്രൈ ടു അപ്ലൈ ദിസ് ഓൺ എവറി എക്സാമ്പിൾ. അത് പാടില്ല. ഈ എക്സാമ്പിളിന് ഉള്ള ഒരു അവസ്ഥ പറഞ്ഞു എന്ന് മാത്രം. അതുപോലെ ഇക്വിലിബ്രിയം സ്റ്റാറ്റിക് അല്ല, സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഉണ്ട്. സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഉണ്ട്. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിന്റെ ലെവല് മാറാതെ ഇരിക്കും. അത് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയമാണ്. നോക്കൂ, ഒരു പാത്രത്തില് നമ്മൾ വെള്ളം എടുത്തിരിക്കുന്നു. ആ വെള്ളത്തിന്റെ ലെവല്, ഇവിടെ ഒബ്സർവബിൾ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ലെവൽ ഓഫ് വാട്ടർ ആണ്. ഈ ലെവൽ ഓഫ് വാട്ടർ മാറുന്നില്ല. ഇതിനെ നമുക്ക് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയ എന്ന് പറയാം. ദിസ് ഈസ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയ. പക്ഷെ മോസ്റ്റ്ലി ഇക്വിലിബ്രിയം സ്റ്റാറ്റിക് അല്ല. ലെറ്റ് മീ ടെൽ യു ഡൈനമിക് കണ്ടീഷൻ. ഡൈനമിക് കണ്ടീഷൻ ഞാൻ പറയാം. നിങ്ങൾക്ക് ഒരു പാത്രത്തിൽ വെള്ളമുണ്ട്.
ഓക്കെ, ഇവിടെ ഒരു ടാപ്പ് ഉണ്ട്, ആ ടാപ്പിൽ നിന്നാണ് വെള്ളം വീഴുന്നത്. അപ്പോൾ ഈ വെള്ളത്തിന്റെ ലെവല് താഴെയായിരുന്നു, അത് കൂടി 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 ഇങ്ങനെ വരും. ഓക്കെ, ഇമാജിൻ ദർ ഇസ് എ ഔട്ട്ലെറ്റ് ഫ്രം ദിസ് വെസൽ. ഈ വെസലിൽ നിന്ന് ഒരു ഔട്ട്ലെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടുന്ന് വരുന്ന വാട്ടറിന്റെ ക്വാണ്ടിറ്റിയും ഇതിൽ നിന്ന് പോകുന്ന വാട്ടറിന്റെ ക്വാണ്ടിറ്റിയും ഈക്വൽ ആണെന്ന് വിചാരിക്കൂ. ഈ പാത്രത്തിലേക്ക് ഒരു ടാപ്പിൽ നിന്ന് വെള്ളം വീഴുന്നു. ഈ പാത്രത്തിൽ ഒരു ഔട്ട്ലെറ്റ് ടാപ്പ് ഉണ്ട്, അവിടുന്ന് വെള്ളം പുറത്തു പോകുന്നു. ഈ പാത്രത്തിൽ നിന്ന് പുറത്തു പോകുന്ന വെള്ളവും പാത്രത്തിലേക്ക് വരുന്ന വെള്ളവും ഈക്വൽ ക്വാണ്ടിറ്റി ആണെന്ന് വിചാരിക്കൂ. ഈ ലെവല് ഫിക്സഡ് ആയിരിക്കില്ലേ? വാട്ടറിന്റെ ലെവല് മാറുമോ? മാറില്ല. കാരണം ആ പാത്രത്തിലേക്ക് വരുന്ന വെള്ളത്തിന്റെ അളവും അതിൽ നിന്ന് പോകുന്ന വെള്ളത്തിന്റെ അളവും ഈക്വൽ ആണ്. ലെവല് മാറില്ല. ഒബ്സർവബിൾ പ്രോപ്പർട്ടി ഹിയർ ഈസ് ലെവൽ ഓഫ് വാട്ടർ ദാറ്റ് റിമെയിൻ കോൺസ്റ്റന്റ്. പക്ഷേ സിസ്റ്റം ഡൈനാമിക് ആണ്. വെള്ളം വന്നുകൊണ്ടേയിരിക്കുന്നു, പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഇവിടെ അതല്ല, ഇത് സ്റ്റാറ്റിക്. ദിസ് ഈസ് കോൾഡ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയ ആൻഡ് ദിസ് ഈസ് കോൾഡ് ഡൈനാമിക് ഇക്വിലിബ്രിയ. രണ്ട് സ്ഥലത്തും ലെവൽ ഓഫ് വാട്ടർ മാറുന്നില്ല. ഇവിടെ ലെവൽ ഓഫ് വാട്ടർ മാറുന്നില്ല, ഇവിടെയും ലെവൽ ഓഫ് വാട്ടർ മാറുന്നില്ല. എന്തുകൊണ്ടാണ് ലെവൽ ഓഫ് വാട്ടർ മാറാത്തത്? ഇൻ ദ സെക്കൻഡ് കേസ് എത്രയാണോ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് ഈക്വൽ ക്വാണ്ടിറ്റി അതിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു. സോ ദ ലെവൽ ഓഫ് വാട്ടർ ഈസ് മെയിൻറ്റെയിൻഡ് ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഡൈനാമിക് ഇക്വിലിബ്രിയ. ഇക്വിലിബ്രിയംസ് മിക്കതും ഡൈനാമിക് ആണ്. എന്തുകൊണ്ടാണ് ഡൈനാമിക്? ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു, അവിടുന്ന് ഇങ്ങോട്ട് വരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വേഗതയും അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വേഗതയും തുല്യമാണ്. അപ്പൊ പിന്നെ മാറില്ല. Hope that matter is clear. Hope that matter is clear. Yes. Yes. അപ്പൊ ഇപ്പോ നമ്മൾ പരിചയപ്പെട്ടത് എന്താണ് റിവേഴ്സിബിൾ റിയാക്ഷൻ, എന്താണ് ഇർറിവേഴ്സിബിൾ റിയാക്ഷൻ, എന്താണ് ഇക്വിലിബ്രിയം. Equilibrium is the condition observed in a reversible reaction where the measurable properties of the system remain constant. Okay? അടുത്തൊരു ലോ ആണ് പഠിക്കാനുള്ളത്. It is called law of mass action. ലോ ഓഫ് മാസ് ആക്ഷൻ എന്ന് പറയും. ലോ ഓഫ് മാസ് ആക്ഷൻ പ്രപ്പോസ്ഡ് ബൈ ഗുൽബർഗ് ആൻഡ് വെയ്ജ്. പ്രപ്പോസ്ഡ് ബൈ ഗുൽബർഗ് ആൻഡ് വെയ്ജ്. ലോ ഓഫ് മാസ് ആക്ഷൻ. എന്താണ് ലോ ഓഫ് മാസ് ആക്ഷൻ? Suppose you have a hypothetical reaction. A moles of A react with B moles of B. And reversibly, you get C moles of C and D moles of D. The law states that this is forward reaction and this is backward reaction. The law states that rate of a reaction, റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് കേട്ടോ. റേറ്റ് ഓഫ് എ റിയാക്ഷൻ, സ്പീഡ് ഓഫ് എ റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു the product of active masses. Product of active masses. ആക്റ്റീവ് മാസസ് എന്നുള്ളത് അവര് ഉപയോഗിച്ച ടേം ആണ്. മോഡേൺ ടേംസിൽ ആക്റ്റീവ് മാസ് എന്നുള്ളതിനെ നമുക്ക് കോൺസെൻട്രേഷൻ എന്ന് വിളിക്കാം. ആക്റ്റീവ് മാസിനെ മോഡേൺ ടേംസിൽ നമുക്ക് കോൺസെൻട്രേഷൻ എന്ന് വിളിക്കാം.
The rate of reaction is directly proportional to the product of active masses, that is concentration of reactants raised to the power, reactants raised to the power equal to their coefficients, raised to the power equal to their coefficients. Rate of a reaction is directly proportional to the product of active masses of the reactants. എന്ന് വെച്ചാൽ molar concentration of the reactants raised to the power equal to their coefficients. എന്ന് വെച്ചാൽ for the given reaction മിക്കവരും കണ്ടു കാണണം, it is rate of forward reaction proportional to concentration of A to the power A, concentration of B to the power B. ഇതാണ് ലോ പറയുന്നത്. Please understand, any term written in square bracket, this is representing concentration of A. Suppose ഇങ്ങനെ കണ്ടാൽ you can understand concentration of P like that. Any term written in square bracket represent concentration. പണ്ട് അവർ ഉപയോഗിച്ചിരുന്ന ടേം ആക്റ്റീവ് മാസ് എന്നാണ്. ആക്റ്റീവ് മാസ് എന്ന് വെച്ചാൽ ഇഫക്റ്റീവ് ക്വാണ്ടിറ്റി എന്ന അർത്ഥം. അത് മോഡേൺ ടേംസിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാം, കോൺസെൻട്രേഷൻ എന്ന വാക്ക് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യാം. എങ്ങനെ കോൺസെൻട്രേഷൻ എഴുതുക? സ്ക്വയർ ബ്രാക്കറ്റിലാണ് എഴുതുക. ആൻഡ് വാട്ട് ഈസ് ദ ലോ? ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ആക്റ്റീവ് മാസസ് ഓഫ് ദ റിയാക്ടൻസ് റേസ്ഡ് ടു ദ പവർ ഈക്വൽ ടു ദെയർ കോഎഫിഷ്യന്റ്സ്. സോ RF പ്രൊപ്പോർഷണൽ ടു A പവർ A, B പവർ B എന്ന് എഴുതാം. നാച്ചുറലി RB എങ്ങനെ എഴുതാം? RB പ്രൊപ്പോർഷണൽ ടു C പവർ C, D പവർ D എന്ന് എഴുതാം. കാരണം ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവരാണ് റിയാക്ടൻസ്, അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവരാണ് റിയാക്ടൻസ്. ഫോർവേഡ് റിയാക്ഷനിൽ റിയാക്ടൻസ് എയും ബിയും ആണെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷനിൽ റിയാക്ടൻസ് സിയും ഡിയും ആണല്ലോ. Now replace the proportionality symbol. You can write RF equal to KF into A to the power A into B to the power B. RF എന്ന് വെച്ചാൽ rate of forward reaction. RF എന്ന് വെച്ചാൽ rate of forward reaction. And what is KF? KF എന്ന് വെച്ചാൽ എന്താണ്? റേറ്റ് കോൺസ്റ്റന്റ് ഓർ വെലോസിറ്റി കോൺസ്റ്റന്റ്, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. ഇറ്റ് ഈസ് കോൾഡ് റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ. KF ഈസ് റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ. റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയും, വെലോസിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയും, സ്പെസിഫിക് റിയാക്ഷൻ റേറ്റ് എന്ന് പറയും. പല ടേംസ് ഉണ്ട്. ഇറ്റ്സ് എ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. അതേപോലെ ഇവിടെ നിങ്ങൾക്ക് എഴുതാം RB ഈക്വൽ ടു KB ഇൻറ്റു C റേസ് ടു C ഇൻറ്റു D റേസ് ടു D. ഇങ്ങനെ എഴുതാം. കൃത്യമായിട്ട് നോട്ട് എഴുതി പോവാം. കൃത്യമായി നോട്ട് എഴുതി പോവാം. എഴുതിയില്ലേ?
എഴുതിയില്ലേ? നോട്ട് ചെയ്തില്ലേ? Now at equilibrium you can write kf into a raised to a into b raised to b equal to kb into c raised to c into d raised to d എന്ന് എഴുതാം. Can you tell me why? ഇക്വിലിബ്രിയത്തില് നമുക്ക് ഇങ്ങനെ എഴുതാം. എന്തുകൊണ്ടാ? ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. എന്താണ് KB? KB എന്താണ്? It is rate constant. It is rate constant of backward reaction. Rate constant of backward reaction. KF is rate constant of forward reaction and KB rate constant of backward reaction. ഇനി നോക്കുക, ഇക്വിലിബ്രിയത്തിൽ അറ്റ് ഇക്വിലിബ്രിയം നമുക്ക് ഇങ്ങനെ എഴുതാം. Tell me why. That's it. Very good, Abhinav. Very good. Anila. ഇക്വിലിബ്രിയം എത്തിയാൽ ഫോർവേഡ് റിയാക്ഷന്റെ സ്പീഡും ബാക്ക്വേർഡ് റിയാക്ഷന്റെ സ്പീഡും ഈക്വൽ ആയിരിക്കും. At equilibrium, rate of forward reaction equal to rate of backward reaction. It's as simple as that. എന്ന് വെച്ചാൽ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും എന്ന് വെച്ചാൽ അതിനെ ഇക്വേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്താണ് അവസ്ഥ? റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും തുല്യമാകുന്ന അവസ്ഥയാണ് ഇക്വിലിബ്രിയം. ഫോർവേഡ് റിയാക്ഷന്റെ സ്പീഡും ബാക്ക്വേർഡ് റിയാക്ഷന്റെ സ്പീഡും എന്ന് വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വേഗതയും അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വേഗതയും തുല്യമാകുന്ന സമയത്തെയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. സോ അറ്റ് ഇക്വിലിബ്രിയം RF is equal to RB. Therefore, we can write like this. Now take KB to left hand side and this much term to right hand side and rearrange the equation. KB യെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുക. ഈ A പവർ A B പവർ B യെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എടുക്കുക. You will get KF by KB equal to C power C into D power D divided by A power A into B power B. ഇങ്ങനെ കിട്ടും. And you know this KF by KB is called KC. KC equal to C power C D power D by A power A into B power B. And this is called equilibrium constant. KC is called equilibrium constant. KC called equilibrium constant. And it is a constant for a reaction at a particular temperature. It's a function of temperature. Kc is a function of temperature. And this overall is called law of equilibrium. ഇതിനെ law of equilibrium എന്ന് വിളിക്കുന്നു. എല്ലാ സ്റ്റെപ്സും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാ, I'll repeat. ഏതെങ്കിലും സ്റ്റെപ്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാ, I'll repeat. Clear.
So equilibrium constant Kc is equal to molar concentration of C at equilibrium power C, molar concentration of D at equilibrium raised to D, molar concentration of A at equilibrium raised to A, molar concentration of B at equilibrium raised to B. പറഞ്ഞത് ശ്രദ്ധിച്ചോ എന്നറിയില്ല. Kc is equal to C power C, D power D by A power A, B power B. ഈ എ ബി സി ഡി എന്ന് പറയുന്ന സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതിയത് എന്താണ്? ഇറ്റ് ഈസ് ദ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ, ബി, സി ആൻഡ് ഡി അറ്റ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം പൊസിഷനിൽ എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും മോളാർ കോൺസെൻട്രേഷൻസ് ആണ് അവിടെ എഴുതേണ്ടത്. I repeat, this is molar concentration of C, this is molar concentration of D, and this is molar concentration of A, and this is molar concentration of B at equilibrium. Equilibriumത്തിൽ അവരുടെ ഓരോരുത്തരുടെയും ക്വാണ്ടിറ്റി. And equilibrium constant Kc in terms of Kf and Kb, simply Kf by Kb equal to Kc. Kf by Kb equal to Kc. Kf Kb യുടെ ടേംസിൽ എന്താണ് Kc എന്ന് ചോദിച്ചാൽ Kf by Kb ആണ് Kc. യെസ്, ഒന്ന് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ എഴുതാമോ മക്കളെ? N2 gas plus 3H2 gas giving 2NH3 gas. Can you write the equilibrium constant expression? H2 gas plus I2 gas, you get 2HI gas. Write the equilibrium constant expression. PCl5 gas giving PCl3 gas plus Cl2 gas. CH3COOH giving CH3COO minus plus H plus. CaCO3 solid giving CaO solid plus CO2 gas in a closed system. സാറേ നേരത്തെ ഇത് ഞാൻ ആൻസർ എഴുതാം, നിങ്ങളിത് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ? ഞാൻ ആൻസർ എഴുതാം, അപ്പൊ നമ്പർ ഇട്ടിട്ട് ശരി തെറ്റ് പറഞ്ഞാൽ മതി. സാർ ഇത് ശരിയായി, ഇത് തെറ്റിപ്പോയി, അത് പറഞ്ഞാൽ മതി കേട്ടോ. അത് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് നിങ്ങൾ ആൻസർ റെഡിയാക്കി വെക്കുക. ഞാൻ ആൻസർ എഴുതുമ്പോൾ ശരി തെറ്റെന്ന് പറഞ്ഞാൽ മതി കേട്ടോ, നമ്പർ ഇട്ട് പറയും. സാർ നേരത്തെ ഇത് നമ്മൾ ഇർറിവേഴ്സിബിൾ എന്നാണല്ലോ പറഞ്ഞത്. യെസ്, അവിടെ ഞാൻ ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞു, ഇവിടെ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നു. ഇക്വിലിബ്രിയം ഈസ് അറ്റൈൻഡ് ഇൻ എ ക്ലോസ്ഡ് എൻവയറമെന്റ്. അതൊരു കണ്ടീഷനാണ്. ഇക്വിലിബ്രിയം ലഭിക്കണമെങ്കിൽ ക്ലോസ്ഡ് സിസ്റ്റം ആവുക എന്നുള്ളത് ഒരു കണ്ടീഷനാണ്. ഇപ്പൊ ഞാനിത് ക്ലോസ്ഡ് സിസ്റ്റം ആക്കി എന്ന് വിചാരിച്ചാൽ മതി. ഡീകമ്പോസിഷൻ ഓഫ് ലൈം സ്റ്റോൺ ഐ ആം കണ്ടക്ടിങ് ഇൻ എ ക്ലോസ്ഡ് എൻവയറമെന്റ് എന്ന് വിചാരിക്കൂ, അപ്പൊ റിവേഴ്സിബിൾ ആവും. അങ്ങനെ വിചാരിച്ചാൽ മതി. Now I am going to write the expressions. ഒന്നാമത്തേത് Kc equal to concentration of ammonia square divided by
concentration of nitrogen into concentration of hydrogen raised to 3. All concentration at equilibrium. This is concentration of ammonia at equilibrium. This is concentration of nitrogen and this is concentration of hydrogen at equilibrium. Yes. ശരിയായത് തെറ്റിയത് പറയുക. ശരിയായത് തെറ്റിയത് പറയുക. രണ്ടാമത്തേത് again Kc is equal to concentration of Hi square divided by concentration of H2 into concentration of I2. മൂന്നാമത്തേത് Kc equal to concentration of PCl3 into concentration of Cl2 divided by concentration of PCl5. നാലാമത്തേത് Kc is equal to concentration of acetate into concentration of H plus divided by concentration of acetic acid. അഞ്ചാമത്തേത് Kc is equal to concentration of calcium oxide into concentration of carbon dioxide divided by concentration of calcium carbonate. And this expression can be written like this. Kc is equal to concentration of carbon dioxide. Enough. Why? Because concentration of solids taken as 1. Molar concentration of solids can be taken as 1. Molar concentration of solids taken as 1. Yes. എത്രണ്ണം ശരിയായി എന്ന് പറയാം. എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് എടുത്തു പറയാം. എത്രണ്ണം ശരിയായി എന്ന് പറയാം. എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അതെടുത്ത് പറയാം. ആതിര 5 കറക്റ്റ്. ഗുഡ്. 5ന്റെ രണ്ടാമത്തേത് എഴുതിയിട്ടുണ്ടോ നോക്കണേ. യെസ്. 4 കറക്റ്റ്. എല്ലാം കറക്റ്റ്. ഓൾ കറക്റ്റ്. ഓൾ 5 കറക്റ്റ്. ഓക്കെ ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം. ആരുടെയെങ്കിലും എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം. 5 നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്, പക്ഷെ ഇത് സോളിഡ് ആണ്, ഇത് സോളിഡ് ആണ്, ഇത് സോളിഡ് ആണ്. ഇത് 1 എന്നാവും, ഇതും 1 എന്നാവും. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് സോളിഡ്സ് ടേക്കൺ ആസ് യൂണിറ്റി. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് സോളിഡ്സ് ക്യാൻ ബി ടേക്കൺ ആസ് 1. അതുകൊണ്ട് അത് നമുക്ക് ഒഴിവായി കിട്ടും. ആൻഡ് യു ഗെറ്റ് Kc. That means the equilibrium, fifth equilibrium, this equilibrium is solely controlled by amount of carbon dioxide. ഈ ഇക്വിലിബ്രിയത്തെ നിയന്ത്രിക്കുന്നത് പൂർണ്ണമായും കാർബൺ ഡയോക്സൈഡ് ആണ്. ബാക്കിയൊക്കെ എല്ലാവരുടെയും ശരിയായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? യെസ്. അപ്പോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് തെർമോഡൈനമിക്സ് എന്ന ചാപ്റ്ററിൽ ബാക്കി ഉണ്ടായിരുന്ന 1-2 ഫോർമുല, അവര് Kc യെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ Kc ആണ് ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെട്ടത്. നമ്മൾ ഇന്ന് ആദ്യം എഴുതിയ തെർമോഡൈനമിക്സിലെ ഇക്വേഷൻ ഡെൽറ്റ ജി നോട്ട് ഈക്വൽ ടു -RT ln Kc, ആ പറഞ്ഞ Kc ആണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ ആ സാധനമാണ് നമ്മൾ ഇവിടെ പരിചയപ്പെട്ടത്. ഓക്കെ.
അത് കഴിഞ്ഞ് ആ ഫോർമുല കുറെ എണ്ണം ഡെൽറ്റ ജിയുടെ ഇക്വിലിബ്രിയത്തിന്റെ ഫോർമുല കുറെ എണ്ണം എഴുതി. അത് കഴിഞ്ഞ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിലേക്ക് വന്നു. റിവേഴ്സിബിൾ ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ് എന്താണ് എന്ന് പരിചയപ്പെട്ടു. കുറെ എക്സാമ്പിൾസ് റെഫർ ചെയ്തു. അതിന്റെ ഗ്രാഫിക്കൽ ഫോർമാറ്റുകളെ നമ്മൾ പരിചയപ്പെട്ടു. ആൻഡ് വാട്ട് ഈസ് ഇക്വിലിബ്രിയം, ഇക്വിലിബ്രിയം എന്താണ് എന്ന് വിശദീകരിച്ചു. എ സ്റ്റേറ്റ്, എ കണ്ടീഷൻ ഒബ്സർവ്ഡ് ഇൻ റിവേഴ്സിബിൾ റിയാക്ഷൻ where all observable properties remain constant എന്ന് പറഞ്ഞ് ആ കണ്ടീഷൻസെ കുറിച്ചൊക്കെ വിശദീകരിച്ചു. എക്സാമ്പിൾസ് പറഞ്ഞു. എങ്ങനെയാണ് ഇത് ഡൈനാമിക് ആവുന്നത് എന്ന് പറഞ്ഞു. ഡൈനാമിക് ഇക്വിലിബ്രിയം അല്ലെ. അത് കഴിഞ്ഞ് 3 അവസ്ഥകൾ വരുന്ന ഇക്വിലിബ്രിയം ഗ്രാഫിലൂടെ നമ്മൾ പരിചയപ്പെടുകയുണ്ടായി. അത് കഴിഞ്ഞ് ലോ ഓഫ് മാസ് ആക്ഷൻ പറഞ്ഞു. ലോ ഓഫ് മാസ് ആക്ഷനും അത് കഴിഞ്ഞ് ലോ ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ആ ഫൈനൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ വരെ ഡെറിവേഷൻ പറയുകയുണ്ടായി. ആൻഡ് കെ സി ഇസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് അറ്റ് ഇക്വിലിബ്രിയം ബൈ ദാറ്റ് ഓഫ് റിയാക്ടൻസ് അറ്റ് ഇക്വിലിബ്രിയം. അങ്ങനെയാണ് വരിക. ഫോർ എ ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ A moles of A plus B moles of B giving C moles of C plus D moles of D, Kc is equal to C power C D power D by A power A B power B എന്ന എക്സ്പ്രഷൻ പരിചയപ്പെട്ടു. ആ എക്സ്പ്രഷൻ പല റിയാക്ഷൻസിൽ എങ്ങനെ എഴുതാം എന്നതും പരിചയപ്പെട്ടു. റൈറ്റ്. അടുത്ത ചാപ്റ്ററിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ സബ്സിക്വന്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ടത് കെ സി എന്ന ഒരു ടേം ആണ്. അതിന്റെ വേറെ ടേംസ് കെ പി എന്ന ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ടേം പരിചയപ്പെടാനുണ്ട്. കൂടുതൽ അതിന്റെ കഥകൾ നമുക്ക് പഠിക്കാനുണ്ട്. ആ ആസ്പെക്ട്സും അതിൽ വരുന്ന ആശയങ്ങളും എല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. റൈറ്റ്. ഇപ്പോ ഫിസിക്കൽ ഇക്വിലിബ്രിയം പരിചയപ്പെടാം. ഫിസിക്കൽ ഇക്വിലിബ്രിയം പരിചയപ്പെടാനൊന്നുമില്ല, നമുക്കത് പറഞ്ഞു പോവാം, നോ പ്രോബ്ലം. ഫിസിക്കൽ ചേഞ്ചസിൽ വരുന്ന ഇക്വിലിബ്രിയം എങ്ങനെയായിരിക്കും അത് വേണമെങ്കിൽ ഞാൻ പറയാം, ഇതിൽ പറയാനൊന്നുമില്ല. അമൃത, ഫിസിക്കൽ ഇക്വിലിബ്രിയത്തിൽ കാര്യമായിട്ട് പറയാനൊന്നുമില്ല, നമുക്ക് പറയാം, അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. യെസ് മക്കളെ, സമയം ആയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ കലാപരിപാടികൾ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഡിസ്കഷൻസുമായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുക. ആ എൻജോയ്മെൻറ്റിൽ നല്ലൊരു ഭാഗം പഠനത്തിന് വേണ്ടി ചെലവഴിക്കാൻ ശ്രമിക്കുക. നല്ല ആസ്വദിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അക്കാഡമിക്കലി. വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.